എല്ലാവർക്കും ഇല്ല ചിലർക്ക്. അപ്പൊ ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഗതിയാണ് ചെയ്ത് ഭയങ്കര ഒരു സംഭവമായിട്ട് വിചാരിക്കുന്ന ഒരാളാണ്. അല്ല, ഫാമിലി എന്ന് പറയുന്നതിന് ഒരു ബാലികേറ മലയാണ്. അപ്പൊ ഞാൻ എന്ത് ഞെട്ടിക്കായി. ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഒരു 2-3 കോളേജിന്റെ അത്ര ഉണ്ടാവും. വെണ്ടയ്ക്ക മുഴുപ്പിൽ ഇങ്ങനെ ചുമന്ന കളറിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്റെ സർട്ടിഫിക്കറ്റ് കണ്ടിട്ട് ചോദിച്ചു, ഇത് ഫാമിലി ആണല്ലോ എന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞു. ഫാമിലി ഒക്കെ പോലത്തെ ഒരു 6 കൊല്ലത്തെ കോഴ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അയ്യോ ഒന്ന് കഴിഞ്ഞ് കിട്ടിയല്ലോ എന്ന് ചിന്തിക്കുന്നവരായിരിക്കും നമ്മളിൽ പലരും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അയ്യോ ഇനിയൊന്നും പഠിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ നമുക്കിങ്ങനെ തോന്നാൻ തുടങ്ങും. ചിലർക്ക്, എല്ലാവർക്കും ഇല്ല ചിലർക്ക്. അപ്പൊ എനിക്കങ്ങനെ തോന്നാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് 2022 സെപ്റ്റംബറിലാണ് ഞാൻ ഫാമിലി പാസ് ഔട്ട് ആവുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ മെഡിക്കൽ സ്ക്രൈബിംഗ് രംഗത്തേക്ക് കടന്നു. ഞാൻ അക്യൂറ്റി സൊല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തു. സ്റ്റിൽ ഞാൻ ആ കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഒരു 1 ഇയർ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നൊക്കെ ഇങ്ങനെ തോന്നാൻ തുടങ്ങി. അപ്പൊ ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഗതിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. എന്റെ പേര് അലിഡ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2022 സെപ്റ്റംബറിലാണ് ഫാമിലി പാസ് ഔട്ട് ആവുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തു മെഡിക്കൽ സ്ക്രൈബായിട്ട്. അപ്പൊ എനിക്കൊരു 1 ഇയർ കഴിഞ്ഞപ്പോ ഇങ്ങനെ തോന്നാൻ തുടങ്ങിയോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ നല്ല രസമായിരിക്കുമായിരുന്നു എന്ന് ഇങ്ങനെ തോന്നാൻ തുടങ്ങി. കാരണം 6 കൊല്ലമായിട്ട് ഈ പഠനം എന്ന് പറയുന്ന ഒരു സംഭവമാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പണ്ട് മുതലേ ജേർണലിസം, സൈക്കോളജി പോലുള്ള സബ്ജക്റ്റുകളിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഞാൻ ഫാമിലിയിലേക്ക് വരുന്നത്. അപ്പൊ ഫാമിലി പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു ഡ്യുവൽ ഡിഗ്രി എടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ഭയങ്കര ഒരു സംഭവമായിട്ട് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഒരാൾക്കൊരു 2 ഡിഗ്രി ഉണ്ട്, 3 ഡിഗ്രി ഉണ്ടെന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഒരു ചില്ലറ കാര്യമല്ല. അപ്പൊ ഞാൻ ഫാമിലിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ഡിസ്റ്റന്റ് ആയിട്ട് വേറെ ഡിഗ്രി എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ അടുത്ത് കുറെ പേരൊക്കെ പറഞ്ഞു, ഒരു മെയിൻ ആയിട്ട് ഒരു സബ്ജക്ട് റെഗുലർ ആയിട്ട് പോയി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഡിസ്റ്റന്റ് ആയിട്ട് വേറൊരു കോഴ്സ് എടുത്ത് അങ്ങനെ പഠിക്കാൻ പറ്റത്തില്ല എന്ന് ഞാനിങ്ങനെ കേട്ടു. അത് എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല. മാത്രമല്ല, ഫാമിലി എന്ന് പറയുന്നതിന് ഒരു ബാലികേറ മലയാണ്. അപ്പൊ അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു കോഴ്സ് എടുക്കുക എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുന്നത് ഒരു മണ്ടത്തരമായിട്ട് എനിക്ക് തോന്നി. സോ അതിനെ പറ്റിയിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഞാൻ ആ റിസർച്ച് റീഓപ്പൺ ചെയ്യുന്നത് ഈ ജോബിന് കയറിയതിനു ശേഷമാണ്. അപ്പൊ റെഗുലർ ആയിട്ട് പോയി പഠിക്കാന്ന് പറഞ്ഞാൽ എന്തായാലും നടക്കുന്ന ഒരു കാര്യമില്ല. കാരണം ഒരുപാട് പൈസ മുടക്കിയാണ് ഫാമിലിക്ക് പഠിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ ജോലിക്ക് പോകാൻ തുടങ്ങി. പിന്നെയും ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഐഡിയ അവിടെ സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷനിലാണ് നമ്മുടെ പിടുത്തം മൊത്തം. അങ്ങനെ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഞാൻ തീരുമാനിച്ചു. അപ്പൊ ജേർണലിസം വേണോ സൈക്കോളജി വേണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആദ്യം ഉണ്ടായിരുന്നു. അപ്പൊ ജേർണലിസം എന്ന് പറയുന്നത് നമുക്കിനി പോയി പഠിച്ചാലും പ്രത്യേകിച്ചൊന്നും ചെയ്യാനും പറ്റത്തില്ല. പ്രാക്ടിക്കൽ ഫീൽഡിൽ നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. ബട്ട് സൈക്കോളജി ആണെങ്കിൽ നമ്മൾ പ്രാക്ടിക്കലി അതിലേക്ക് ഇറങ്ങിയില്ലെങ്കിൽ പോലും നമുക്ക് കുറെ പഠിക്കാൻ പറ്റും. അതായത് മനുഷ്യ മനസ്സിനെ പറ്റിയിട്ട് എപ്പോഴും റിസർച്ച് ചെയ്യും, അതിനെപ്പറ്റി അറിയാൻ വേണ്ടി ഇങ്ങനെ എപ്പോഴും ഒരു ത്വര കാണിക്കുന്ന ആളാണ് ഞാൻ. സോ അങ്ങനെ സൈക്കോളജി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. സോ ഫസ്റ്റ് ഞാൻ നോക്കിയത് എനിക്ക് PG ലെവലിൽ സൈക്കോളജി ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് നോക്കിയത്. അപ്പൊ PG ലെവലിൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ MA സൈക്കോളജി ആവാം, MSc സൈക്കോളജി ആവാം. അപ്പൊ MA സൈക്കോളജിക്ക് പോകണമെങ്കിൽ BA സൈക്കോളജി കഴിഞ്ഞ ആളായിരിക്കണം. MSc സൈക്കോളജിക്ക് പോകണമെങ്കിൽ BSc സൈക്കോളജി കഴിഞ്ഞിട്ടുള്ള ഒരാളായിരിക്കണം UGയില്. ഇത് രണ്ടും അല്ലെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള UG കോഴ്സ് ഏതാണോ ആ കോഴ്സിൽ എവിടെയെങ്കിലും നമ്മൾ ഒരു സൈക്കോളജി പേപ്പർ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് PG ലെവലിൽ സൈക്കോളജിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഫാമിലിക്ക് നമ്മൾ സൈക്കോളജി പഠിക്കുന്നില്ല. അപ്പൊ ഫാമിലിക്ക് മാത്രമല്ല MBBS, BDS, അങ്ങനെ നഴ്സിംഗ് ഉൾപ്പെടെയുള്ള മറ്റു ഫാർമസി കോഴ്സുകൾ ഉൾപ്പെടെയുള്ള ഒരു കോഴ്സുകൾക്കും, ഒരു മെഡിക്കൽ പാരാമെഡിക്കൽ കോഴ്സുകൾക്കും നമ്മൾ സൈക്കോളജി പഠിക്കുന്നില്ല. അത് എന്താണെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും പേഷ്യൻസുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്തിടപഴകുന്ന ഒരു വിഭാഗം ആളുകളാണ് ഇതൊക്കെ പഠിച്ചു വരുന്ന ഗ്രാജുവേറ്റ്സ്. അപ്പൊ അവർക്കൊരു സൈക്കോളജി പേപ്പർ പഠിക്കാൻ കിട്ടിയാൽ അത് നല്ലതായേനെ. പക്ഷെ നമുക്കില്ല. അത് പോട്ടെ. അപ്പൊ ഞാൻ സൈക്കോളജി പേപ്പർ പഠിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് PG ലെവൽ പറ്റില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെയാണ് ഗൂഗിൾ ഡാറ്റാസിലൊക്കെ പറയുന്നത്. എന്നാ പിന്നെ നല്ല യൂണിവേഴ്സിറ്റി ഏതാണെന്ന് നോക്കിയിട്ട് UG ലെവൽ സൈക്കോളജിക്ക് ചേരാം. UG സൈക്കോളജി എന്ന് പറയുമ്പോൾ BA സൈക്കോളജി ആവാം, BSc സൈക്കോളജി ആവാം. അപ്പൊ BA സൈക്കോളജി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ആർട്സ് റിലേറ്റഡ് ആണ്. BSc സൈക്കോളജി എന്ന് പറഞ്ഞാൽ സയൻസ് റിലേറ്റഡ് ആണ്.
അങ്ങനെ ഞാൻ നല്ല യൂണിവേഴ്സിറ്റിയിൽ ഏതാണ് ഡിസ്റ്റന്റ് ആയിട്ട് സൈക്കോളജി പ്രൊവൈഡ് ചെയ്യുന്നത് UG ലെവലിൽ എന്ന് നോക്കിയപ്പോൾ ഇഗ്നു യൂണിവേഴ്സിറ്റിയാണ് മെയിൻ ആയിട്ട് നിൽക്കുന്നത്. വി ഓൾ നോ ഇഗ്നു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. അവിടെയൊക്കെ ഒരു സൈക്കോളജി പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമല്ലേ, ഡിസ്റ്റന്റ് ആയിട്ടായാലും. അവിടെ BA സൈക്കോളജിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. BSc സൈക്കോളജി ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഞാൻ BA സൈക്കോളജിക്ക് ജോയിൻ ചെയ്യാൻ നോക്കി. അങ്ങനെ ഞാൻ ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്തിട്ട് ഞാൻ അതിന്റെ സിലബസിലൊക്കെ ഒന്ന് കണ്ണൊഴിച്ചു പോയി ഗൈസ്. അപ്പൊ സിലബസ് ഒക്കെ നോക്കിയപ്പോ അതിൽ കുറെ ആർട്സ് സബ്ജക്റ്റുകളാണ്. ഞാൻ പറഞ്ഞല്ലോ BA സൈക്കോളജി ആർട്സ് റിലേറ്റഡ്, അപ്പൊ കുറച്ച് ആർട്സ് സബ്ജക്റ്റുകളാണ്. അപ്പൊ ഈ +1 സയൻസ് മുതൽ ഫാംഡി വരെ ഈ സയൻസ് സബ്ജക്റ്റുകൾ ഇട്ട് അഭിമാനമാടിയിട്ട് പെട്ടെന്ന് ആർട്സ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഞാൻ 10ാം ക്ലാസ്സിൽ പോയപ്പോഴത്തെ ഒരു ഫീലൊക്കെ എനിക്ക് വരും. അപ്പൊ എനിക്ക് പേഴ്സണലി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ട് പഠിക്കുന്നവരും ഉണ്ട് കേട്ടോ, പക്ഷെ എനിക്കത് പേഴ്സണലി ഒരു ഇതായിട്ട് തോന്നിയില്ല. അങ്ങനെ ഞാൻ BA വേണ്ട എന്നുള്ള വെക്കാൻ ചെയ്തത്. BSc സൈക്കോളജി ഡിസ്റ്റന്റ് ആയിട്ട് കൊടുക്കുന്നുമില്ല പല യൂണിവേഴ്സിറ്റികളിലും. കാരണം എന്താണെന്ന് വെച്ചാൽ BSc സൈക്കോളജി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പ്രാക്ടിക്കലാണ്. കുറച്ച് പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ, പ്രാക്ടിക്കൽ ലാബൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പ്രാക്ടിക്കലി കുറെ എന്തൊക്കെയുണ്ട്. അപ്പം BSc സൈക്കോളജിക്കും പോയി പഠിക്കുന്നത് നടക്കുന്ന കാര്യമില്ല. അങ്ങനെ ഞാൻ ആ ഒരു ഐഡിയ അവിടെ നിർത്തി. ഇത് പിന്നെ ഒരു 1 മന്ത് ഒക്കെ കഴിഞ്ഞപ്പോ ഞാൻ ഓർത്തു ചുമ്മാ ഒന്ന് തപ്പി നോക്കാം ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിലാണ് BSc സൈക്കോളജി പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ BSc സൈക്കോളജി പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് കണ്ടുപിടിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞാനൊരു 10-20ഓളം യൂണിവേഴ്സിറ്റികളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. അങ്ങനെ ഒരു 10-20ഓളം യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ഒഫീഷ്യൽ സൈറ്റിൽ കയറി, ഗൂഗിളിൽ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ഒഫീഷ്യൽ സൈറ്റിൽ കയറി ഏതൊക്കെ കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ചു. അപ്പൊ കുറെ യൂണിവേഴ്സിറ്റികൾ, ഒരു 4-5ഓളം യൂണിവേഴ്സിറ്റികളിൽ BSc സൈക്കോളജി ഡിസ്റ്റന്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ എത്തുന്നത്. അങ്ങനെ മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ എത്തിയപ്പോൾ അവര് എന്തോരം കോഴ്സുകളാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് അറിയോ? അതായത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കോഴ്സുകൾ ഡിസ്റ്റന്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് മദ്രാസ് യൂണിവേഴ്സിറ്റി എന്ന് എനിക്ക് തോന്നുന്നു. അവിടെ എന്ന് പറഞ്ഞാൽ 3 ടൈപ്പ് സൈക്കോളജിയാണ് എനിക്ക് കാണാൻ പറ്റിയത്. ഒന്ന് MSc സൈക്കോളജി, പിന്നെ BSc സൈക്കോളജി, പിന്നെ MSc കൗൺസിലിംഗ് സൈക്കോളജി. പക്ഷെ MSc സൈക്കോളജിയുടെ ക്രൈറ്റീരിയ കണ്ടപ്പം ഞാൻ എന്ത് ഞെട്ടി ഗൈസ്. എന്താണെന്ന് അറിയണ്ടേ? MSc സൈക്കോളജിക്ക് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എനി UG ഡിഗ്രിയാണ്. ഏതെങ്കിലും ഒരു UG ഡിഗ്രി ഉള്ള ഒരാൾക്ക് MSc സൈക്കോളജിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ MSc കൗൺസിലിംഗ് സൈക്കോളജിക്ക് നടക്കത്തില്ല, MSc സൈക്കോളജിക്ക് പറ്റത്തുള്ളൂ. പക്ഷെ എന്നിട്ടൊരു ഡൗട്ട്, എനി UG ഡിഗ്രിയാണ്, എന്റേത് PG ഡിഗ്രിയാണ്. അൺഫോർച്ചുനേറ്റ്ലി ഫാംഡി ഈസ് ആൻ ഇന്റഗ്രേറ്റഡ് PG, ഇന്റഗ്രേറ്റഡ് ഡോക്ടറൽ PG. എന്നാലും ഞാൻ ഒന്ന് നോക്കിക്കളയാം, ചിലപ്പോ പറ്റിയാലോ. അപ്പോ ഞാൻ അപ്ലൈ ചെയ്തു, സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്ത് അതിന്റെ ഫൈനൽ സ്റ്റേജ് ട്യൂഷൻ ഫീ അടയ്ക്കുന്ന ഒരു ഇതുണ്ട്. 12,900 രൂപയാണെന്ന് തോന്നുന്നു, 12,000 സംതിങ് ആണ്. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് നമ്മൾ ഈ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അവർ ഡയറക്റ്റ് അത് എലിമിനേറ്റ് ചെയ്യും. പിന്നെ നമുക്ക് ഈ അടച്ച പൈസയൊന്നും തിരിച്ചു കിട്ടാൻ പോണില്ല. അവരിങ്ങനെ നല്ല വെണ്ടയ്ക്ക മുഴുപ്പിൽ ഇങ്ങനെ ചുമന്ന കളറിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്തൊക്കെയോ ധൈര്യം സംഭരിച്ച് ഞാനൊരു 12,000 സംതിങ് രൂപ ഞാൻ അടച്ചു. എന്നിട്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ. അപ്പോ എനിക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്യണം. ഇത് എന്റെ കയ്യിലിരിക്കുന്നത് PG ആണ്. അപ്പോ ഇനി UG ഡിഗ്രി എന്നാണ് അതിൽ ക്രൈറ്റീരിയ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെയാണ് എന്റെ ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്യാൻ പല രീതിയിൽ ശ്രമിച്ചു. എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് കുഹാസ് യൂണിവേഴ്സിറ്റി ഒക്കെ എത്രയോ റെസ്പോൺസിബിൾ ആണ്. ഇത് തമിഴ്നാട്ടിലാണ്, നമുക്ക് അങ്ങനെ ആക്സസബിളും അല്ല. ഇവര് കോൾ എടുക്കത്തില്ല, മെയിലിന് റിപ്ലൈ തരത്തില്ല, ഇവരൊന്നും ചെയ്യത്തില്ല. എന്ത് വേണമെങ്കിലും നമ്മൾ അവിടെ പോയി അന്വേഷിക്കണം. അപ്പൊ ഈ സമയത്ത് തന്നെ ഞാൻ മദ്രാസ് യൂണിവേഴ്സിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കമന്റ് സെക്ഷനിലൊക്കെ എല്ലാവരും കമന്റ് ചെയ്യുന്നു, ഈ അഡ്മിഷൻ എടുത്തിട്ട് 1 വർഷമായി, ഇതുവരെ മെറ്റീരിയൽ കിട്ടിയിട്ടില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ അതിന്റെ കമന്റിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം പാസ് ഔട്ട് ആയി പോയ, മദ്രാസ് യൂണിവേഴ്സിറ്റിന്ന് പാസ് ഔട്ട് ആയി പോയ കുറെ സ്റ്റുഡൻസ് അതിന്റെ അടിയിൽ കമന്റ് ചെയ്തേക്കുന്നു, അവിടെ പോയി അവരെ കാണണം, എന്നാലേ എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ, അല്ലെങ്കിൽ അവര് സമയത്തിന് സ്റ്റഡി മെറ്റീരിയൽസ് അയച്ചില്ല, അപ്ഡേറ്റ് ചെയ്യില്ല, അങ്ങനെ ഒന്നും ചെയ്യില്ല, ID കാർഡ് അയച്ചു തരില്ല, ID കാർഡിൽ എക്സാം എഴുതാൻ പറ്റില്ല,
അങ്ങനെ 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 കുറെ സംഭവം. അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മൾ ഇവിടെ ഇരുന്നിട്ട് അവർക്ക് മെയിൽ അയച്ചിട്ടോ അവരെ വിളിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. നമ്മൾ അവിടെ പോയി തന്നെ വേണമെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടത്തണം. അപ്പം എനിക്കാണെങ്കിൽ പോകാൻ പറ്റത്തില്ല, എനിക്ക് ലീവില്ല, വർക്കുണ്ട്. നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ 2 ദിവസം ലീവ് എടുക്കേണ്ടി വരും, 2-3 ദിവസം ലീവ് എടുക്കേണ്ടി വരും. പകല് വർക്കിന് പോയി പകലിങ്ങനെ പണികൾക്ക് ഇറങ്ങിയാലും ക്ഷീണം കൊണ്ട് രാത്രി എങ്ങനെ ഇരുന്ന് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. പകൽ ഫുൾ റെസ്റ്റ് എടുത്താൽ മാത്രമേ രാത്രി വർക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പറഞ്ഞു വിട്ടു, ഞാൻ ആളെ ഇറക്കി. അപ്പൊ അബി പറഞ്ഞു അബി പോവാന്ന് പറഞ്ഞു. അങ്ങനെ അബിയാണ് ഞാൻ പറഞ്ഞു വിട്ടത്. അപ്പൊ അബി അവിടെ പോയിട്ട് പറഞ്ഞെന്താന്ന് വെച്ചാൽ അവിടെ ഭയങ്കര തിരക്കാണ്. അവിടെ ഫോൺ കോൾ എടുക്കാനൊന്നും അവർക്ക് സമയമില്ല, അത്രയ്ക്കും തിരക്കാണ്. അത്രയും സ്റ്റുഡൻസും ഉണ്ട്, പുതിയ അഡ്മിഷൻ അത്രയും ഉണ്ട്. അത്രയും ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഒരു 2-3 കോളേജിന്റെ അത്ര ഉണ്ട്, അത്രയും വലിയൊരു സ്ഥലം. എന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടായിരുന്നത് ഈ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആണ്. കാരണം ഇത് PG ആണ്, എനി UG ഡിഗ്രി എന്നായിരുന്നല്ലോ നമ്മുടെ ക്രൈറ്റീരിയ. അപ്പൊ PG ആണെന്ന് പറഞ്ഞിട്ട് ഇവര് പറ്റത്തില്ല എന്ന് പറയുമോ എന്നുള്ളതായിരുന്നു ഡൗട്ട്. അപ്പൊ വെരിഫിക്കേഷൻ സമയത്ത് അഭി പറഞ്ഞാണ്, അപ്പൊ അവിടെ വെരിഫൈ ചെയ്യാൻ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അയാള് ഇങ്ങനെ എന്റെ സർട്ടിഫിക്കറ്റ് കണ്ടിട്ട് ചോദിച്ചു, ഇത് ഫാംഡി ആണല്ലോ എന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞു. എന്നിട്ട് തൊട്ടടുത്തിരിക്കുന്ന ആളടുത്ത് ചോദിച്ചെന്ന്, ഫാർമസി കഴിഞ്ഞവർക്ക് MSc സൈക്കോളജി പറ്റുമോ എന്നിങ്ങനെ ചോദിച്ചത്. അപ്പം ചോദിച്ച ആ മാഡം പറഞ്ഞു പറ്റും, എനി UG ഡിഗ്രിയാണ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അവർ വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അഭി അവരടുത്ത് പറഞ്ഞു, ഞാൻ ഇങ്ങനെ കേരളത്തിൽ നിന്ന് വരികയാണ്, അപ്പൊ ഇനി വരാൻ പറ്റില്ല, അപ്പൊ ഇന്ന് തന്നെ ഒന്ന് റെഡി ആയി കിട്ടിയിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവർക്ക് ഇങ്ങനെ പാവം തോന്നിയിട്ട് അവര് ടെക്സ്റ്റ് ബുക്ക് ഒരു സെമ്മിന്റെ ഒരു കെട്ട് ടെക്സ്റ്റ് ബുക്ക്, പിന്നെ ID കാർഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ID കാർഡിലാണ് നമ്മുടെ അഡ്മിഷൻ നമ്പറും ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളത്. അതുണ്ടെങ്കിലേ നമുക്ക് പിന്നെ ഫർദർ എന്തൊരു ഫീ പേയ്മെന്റ് ആണെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ID കാർഡ്, പിന്നെ ഇതുപോലെ ടെക്സ്റ്റ് ബുക്ക്, അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ അവര് ഇതാക്കി നമുക്ക് തന്നു. അങ്ങനെ ഞാൻ ഫൈനലി ഒരു MSc സൈക്കോളജി സ്റ്റുഡന്റ് ആയി ഡിസ്റ്റന്റ് ആയിട്ട്. ഇത് ഞാൻ എന്റെ ചെറിയൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതാണ്. ഞാനിങ്ങനെ ചുമ്മാ വീട്ടിലിരുന്ന് പണിയെടുക്കുന്നത് കൊണ്ട് ഒരു ഡ്യുവൽ ഡിഗ്രി എടുത്ത് കളയാമെന്ന് വിചാരിച്ചതാണ്. അല്ലാതെ ഫാമിലി കഴിഞ്ഞാൽ ഇനി സൈക്കോളജിക്ക് പോകണമെന്ന് പറഞ്ഞോണ്ട് ആരും വരാൻ നിൽക്കണ്ട. ഒരുപാട് ഇപ്പൊ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. എന്താന്ന് വെച്ചാല് ഞാൻ ഈ ഫാമിലിക്കാരെ കുറ്റം പറയണമെന്ന് പറഞ്ഞിട്ട്, ഞാൻ എന്തിനാണ് ഫാമിലിക്കാരെ കുറ്റം പറയുന്നത്? ഇത്രയും നോബിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ്, ഞാൻ പഠിച്ച കോഴ്സാണ്, എന്റെ സ്വന്തം കോഴ്സാണ്. എനിക്കൊരിക്കലും ഫാമിലിയെ കുറ്റം പറയേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത്, നമ്മൾ ഇത്രയും ഡ്രഗ് എക്സ്പേർട്ട് എന്നുള്ള ഒരു ലേബലിൽ പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ട് ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ പ്രിഫിക്സ് ഒക്കെ വെച്ച് ഇറങ്ങിയിട്ട് അതിന് വേണ്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് തരാത്ത ഈ മേലധികാരികളെയും ബാക്കിയുള്ള ആളുകളെയും അവരൊക്കെയാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാതെ ഒരിക്കലും ഞാൻ കോഴ്സിനെ കുറ്റം പറയില്ല. കോഴ്സ് അടിപൊളിയാണ്, നമ്മൾ പുറത്തു പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രയും വിലയാണ്. അതെനിക്ക് മനസ്സിലായ ഒരു സാഹചര്യം ഞാൻ വേണമെങ്കിൽ പറഞ്ഞത്. അതായത് ഞാൻ മെഡിക്കൽ സ്ക്രൈബിങ്ങിന് ചേർന്ന സമയത്ത് നമ്മളൊരു പെർട്ടിക്കുലർ ഡോക്ടർക്ക് വേണ്ടിയാണല്ലോ ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ഡോക്ടർ പീഡിയാട്രിഷ്യൻ. അപ്പൊ പുള്ളിക്കാരി എന്റെ അടുത്ത് ചോദിച്ചു, അതിന്റെ എന്താ ചെയ്യുന്നത്, എന്താ പഠിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഫാമിലി ആണ് പഠിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ ഫാമിലി എന്ന് പറഞ്ഞപ്പോ തന്നെ അവർക്ക് ഭയങ്കര റെസ്പെക്ട് എന്റെ അടുത്ത്. ലൈക്ക് US അങ്ങനെയാണ് ഫാമിലി കഴിഞ്ഞ ഒരാൾക്ക്. അപ്പൊ അവരെന്റെ അടുത്ത് ചോദിക്കുക, മെഡിക്കൽ സ്ക്രൈബിംഗ് പാർട്ട് ടൈം ആയിട്ടാണോ ചെയ്യണമെന്ന്. മെഡിക്കൽ സ്ക്രൈബിംഗ് എന്ന് പറയുന്നത് അവിടെയൊക്കെ പറഞ്ഞാൽ തുച്ഛമായിട്ടുള്ള ഒരു ജോലിയാണ്. അപ്പൊ ഫാമിലി കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ ഒരു പാർട്ട് ടൈം ആയിട്ട് മെഡിക്കൽ സ്ക്രൈബിംഗ് ചെയ്യാമെന്നാണ് അവരുടെ വിചാരം. ഇത് നമ്മുടെ മെയിൻ അന്നമാണെന്ന് അവർക്കറിയില്ലല്ലോ. അപ്പൊ അതൊക്കെയാണ് ഫാമിലിയുടെ പുറത്തുള്ള ഒരു റേഞ്ച് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത് ഞാൻ ഇപ്പോഴും പറയാം. ഞാൻ ഇന്ത്യയിൽ നിന്നിട്ട് കാര്യമില്ല, പുറത്തേക്ക് പോകുന്നതാണ് ഈ ഫാമിലി ഈ കമന്റ് ബോക്സിലൊക്കെ പറയുന്നവർ, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുന്നവരോടും അതുപോലെ എനിക്ക് പേഴ്സണലായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്ന കുട്ടികളോടൊക്കെ ഞാൻ പറയുന്നത്, നിങ്ങൾ പുറത്തേക്ക് പോകും, അല്ലാതെ ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ ഞാൻ കോഴ്സിനല്ല കുറ്റം പറയുന്നത്. അപ്പൊ വേറെ ആരോ കമന്റ് ചെയ്തു, ഞാൻ പഠിച്ച കോഴ്സിനെ കുറ്റം പറയുന്നു, നാണമില്ല ഇങ്ങനെ ചെയ്യാൻ, എന്തിനാണ് യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാണോ ഇതൊക്കെ ചെയ്യുന്നത്? എന്റെ പൊന്നമ്മച്ചി, ഞാൻ യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നല്ല ഇത് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ്. എനിക്ക് വരുമാനം കിട്ടിയിട്ടില്ല ഇതുവരെ. കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, ഉള്ള കാര്യമല്ല, എനിക്ക് ആഗ്രഹമുണ്ട് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടണമെന്നൊക്കെ. അപ്പൊ വരുമാനം കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം എങ്ങനെയാണ് വരുമാനം കിട്ടുമ്പോൾ ഞാൻ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ചെയ്യും, അന്നേരം കാണാം. അല്ലാതെ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാൻ വേണ്ടി. പിന്നെ വേറൊരു കൊച്ചു കമന്റ് ഇട്ട്, ചേച്ചി ഞാനൊരു ഫാമിലി സ്റ്റുഡന്റ് ആണ്. ഇതൊക്കെ ജെനുവിൻ ആയിട്ടുള്ള കമന്റ്സ് ആട്ടോ. ഞാൻ ഫാമിലി സ്റ്റുഡന്റ് ആണ്, ചേച്ചിയുടെ വീഡിയോ കണ്ടപ്പോൾ നെഗറ്റീവായിട്ട് തോന്നി, എനിക്ക് ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് ഡീമോട്ടിവേറ്റഡ് ആയിട്ട് തോന്നുന്നത് മേ ബി അയ്യോ ഇനി പഠിച്ചിറങ്ങിയിട്ട് വലിയ കാര്യമൊന്നും ഇല്ലേ എന്ന് തോന്നുന്നത് കൊണ്ടായിരിക്കും.
ഓഫ്കോഴ്സ് നിങ്ങൾക്ക് നാട്ടിൽ നിന്നിട്ടാണ് കാര്യമില്ലാത്തത്. നിങ്ങൾക്ക് ഇന്ത്യയുടെ വഴിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസിന്റെ കൂമ്പാരമാണ്. ഇവിടെ നാട്ടില് ഇന്ത്യയിലുള്ള അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം എന്താ പറയാ, ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഫാമിലി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിങ്ങോടുകൂടി പഠിക്കാൻ തുടങ്ങിയതാണ്. സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോൾ തൊട്ട് ജോയിൻ ചെയ്തത് വലിയ താല്പര്യമില്ലാതെ ആണെങ്കിലും പഠിക്കാൻ തുടങ്ങിയപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പഠിക്കാൻ തുടങ്ങിയത്. അപ്പൊ നമുക്ക് ഈ ഡോക്ടർ പ്രിഫിക്സ് ഒക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ഈ ഹോസ്പിറ്റലിലേക്ക് ഭാവിയിലൊക്കെ പോയി കഴിയുമ്പോൾ ഭയങ്കര വിലയായിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത്. ബട്ട് നമുക്ക് ഒരു വിലയില്ല, നമ്മള് ആരുമല്ല അവിടുത്തെ, അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു അവിടെ. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഭയങ്കര ഹേർട്ടായി. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പൊ എന്റെ മുക്കാൽ ഭാഗത്തുള്ള ഫ്രണ്ട്സ് ഇപ്പൊ പുറത്തേക്ക് പോയി കഴിഞ്ഞു. അപ്പൊ അവരൊക്കെ അവിടുത്തെ അഭിപ്രായങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ്, മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ നാട്ടിലാണ് ഈ ഒരു പ്രശ്നം. അപ്പൊ നിങ്ങൾ പുറത്തേക്ക് പോകൂ. അതല്ല, നാട്ടിൽ ഇതാണ് അവസ്ഥ എന്നുള്ള സത്യാവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഞാൻ ഡീമോട്ടിവേറ്റഡ് ആക്കാൻ വേണ്ടി പറഞ്ഞല്ലടാ, ഈ ഒരു അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് കുറെ പേര് വരും ഫാമിലി കഴിഞ്ഞിട്ട് MSc സൈക്കോളജി പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. നാണമില്ലേ ഇങ്ങനെ പഠിച്ച പണി ചെയ്യാതെ വേറെ പണി ചെയ്യാന്നൊക്കെ വേറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാന്ന് പറയണ്ട. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ആരും ഇത് കണ്ട് മോട്ടിവേറ്റഡ് ആവാനോ ഡീമോട്ടിവേറ്റഡ് ആവാനോ നിക്കണ്ട. അതുപോലെ എനിക്ക് പൈസ കിട്ടാൻ തുടങ്ങിയിട്ടില്ല. യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടാൻ തുടങ്ങുമ്പോൾ ഞാൻ എന്തായാലും എല്ലാവരും അറിയിക്കാം. അപ്പോ ഇതാണ് ഞാൻ ഫാമിലി കഴിഞ്ഞിട്ട് ഒരു ഡ്യുവൽ ഡിഗ്രി എടുക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി MSc സൈക്കോളജിക്ക് ചേർന്നൊരു കഥ. അപ്പൊ നമ്മൾ ഒരുപാട് വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു. എനിവേ, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലാണെങ്കിൽ, എനിക്ക് അറിവുള്ള മേഖലയാണെങ്കിൽ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. So stay tuned. We'll see you soon in another video. Ta-ta.